പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ അമ്മയുടെ പ്രത്യക്ഷീകരണം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെ ഞാൻ പറയണത് 3-4 ആധാരങ്ങളുണ്ട്. കൃപാസന പ്രാർത്ഥനയ്ക്ക് 3-4 ആധാരങ്ങൾ. അതിൽ ഒരു ആധാരം എന്ന് പറയുന്നത് കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വന്തം ചെയ്യുന്ന 38 വർഷത്തെ പൗരോഹിത്യം. അതെന്താ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് എനിക്ക് ഭയങ്കരമായ ഒരു ആത്മവിശ്വാസമാണുള്ളത്. ഞാൻ മിക്കവാറും തന്നെ കർത്താവ് തന്ന ഈ ഉടുപ്പ് അങ്ങനെ മാറ്റാറില്ല. ചില സമയത്ത് സാഹിത്യ അക്കാദമിയൊക്കെ പഠിക്കാൻ പോയ സമയത്ത് കുറച്ച് വ്യത്യാസം വന്നതേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ പരമാവധി എപ്പോഴും സർവീസ് ടൈമാണ്. അല്ലാതെ എല്ലാ സമയവും ജനങ്ങളെപ്പോഴും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും സർവീസ് ടൈമാണ്, ശുശ്രൂഷ സമയമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും തന്നെ സഭാവസ്തുത തന്നെയാണ് കാണപ്പെടുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാര്യം, ഒന്നാമത് എനിക്ക് പൗരോഹിത്യത്തോടുള്ള ഇഷ്ടമാണ്. കാര്യം പൗരോഹിത്യം, ഞാൻ 4 വയസ്സിലാണ് ഞങ്ങളുടെ വീട്ടിൽ അപ്പൻ്റെ കൂടെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അപ്പൻ്റെ ഈ കയ്യിൽ കൊച്ചു ചെറുവിരൽ കൊണ്ട് അപ്പനിങ്ങനെ അമ്മ ഭക്ഷണം പാകം ചെയ്യണ ആ സമയത്ത് വീട്ടിൻ്റെ അരികിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഓരോ കഥയൊക്കെ പറഞ്ഞ് ഞാൻ ബഹളമുണ്ടാകും. അന്നാണ് ഞാൻ ഇരുട്ടത്ത് കർത്താവിനെ കണ്ടത്. അപ്പോൾ എനിക്ക് 4 വയസ്സേ ഉള്ളൂ. അത് കർത്താവാണെന്ന് എനിക്ക് മനസ്സിലായത് അമ്മയുടെ അമ്മയുടെ വണക്കമാസ പുസ്തകത്തിൽ ഈ രൂപം ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി അപ്പനോട് പറയാം, അപ്പം അതേ ഈശോ എന്ന് പറയും. അപ്പനത് ശ്രദ്ധിച്ചില്ല. അപ്പോഴേ അന്ന് മുതലാണ് ഈ വളരുമ്പോൾ അതിൻ്റെ ഒപ്പമാണ് ക്രിസ്തു ഈശോയുടെ ബന്ധം വളരുന്നത്. ഒരു വിശ്വാസിയായിരിക്കുന്നത് വെച്ചിട്ട് സൂപ്പർ പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇഹത്തിലും പരത്തിലും ഭയങ്കര ഹെൽത്തി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം എന്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാർത്ഥനകൾക്കെല്ലാം ഈ പൗരോഹിത്യത്തിന് 38ാമത്തെ വർഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ 39 വർഷമായി ഞാൻ അച്ഛനായിട്ട്. പക്ഷെ എന്തോ എപ്പോഴും മനസ്സ് 38 എന്നാണ് പറയണത്. അതെന്താ വെച്ചാൽ ആക്റ്റീവ് ശുശ്രൂഷയിലേക്ക് കടന്ന കാലമായിരിക്കും. എന്താ ഞാൻ അറിയത്തില്ല. 38 എന്നാണ് എപ്പോഴും മനസ്സിൽ വരണത്. അപ്പം അതിനുശേഷം പിന്നെ പറയണത് കൃപാസ്ഥാനത്താറെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതാണ് ഭയങ്കരമായ ഒരു വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപാസനത്തിലെ മുഴുവനും അത്ഭുതങ്ങൾ എവിടെ നടക്കുന്നത്? പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണം ദുരന്തമുണ്ടാകാൻ കൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയാണ് നമ്മൾ നടക്കുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണം ലോകവ്യാപകമായ രീതിയിൽ അറിയപ്പെടുകയും ദൈവത്തിൻ്റെ സന്ദേശം ആഗോളവ്യാപകമായി കൈമാറുകയും ചെയ്യണം. അതിനുവേണ്ടിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. അത് നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ അമ്മേ, ദൈവമേ, അത് ലോകവ്യാപകമായ രീതിയിൽ പ്രചരിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ കൃപാസ്ഥാനത്താറെ പ്രത്യക്ഷപ്പെട്ടത് ഒരു ആരാധനാ സമയമായിരുന്നു. ആരാധന സമയത്ത് ഒരു പക്ഷേ പ്രത്യക്ഷപ്പെടുന്നത്, അൾത്താരെ പ്രത്യക്ഷപ്പെടുന്ന അപൂർവമായ ഒരു പ്രത്യക്ഷീകരണമാണത്. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ആ പ്രത്യക്ഷീകരണം അനേകം മക്കളിലേക്ക് ഇന്ന് വിശ്വാസമായിട്ടും പ്രത്യാശയായിട്ടും ദൈവസ്നേഹമായിട്ടും അടയാളമായിട്ടും ജീവിതത്തിൻ്റെ വിടുതലായിട്ടും പതിനായിരക്കണക്കിന് മനുഷ്യരെ അതിൻ്റെ ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവെ, അത് തുടരുവാനും എൻ്റെ കാലത്തിന് ശേഷവും ദൈവത്തിൻ്റെ ആ പദ്ധതി തുടരുമെന്നുള്ള ബോധം എനിക്കുണ്ട്. പക്ഷേ അതേസമയം തന്നെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ വളരുവാനും ദൈവികമായ തിരുമനസ് നിറവേറുവാനും സഭയെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരെല്ലാം പ്രത്യക്ഷീകരണത്തെ വിശ്വസിക്കുന്നുവോ, ആരെല്ലാം പ്രത്യക്ഷീകരണം വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി എന്ന ജീവിതമാർഗത്തിലേക്ക് ജീവിത രീതികളിലേക്ക് കടന്നുവോ, ആ ജീവിത മാർഗത്തിലൂടെ അവരെ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിശുദ്ധി, അവരുടെ വിശ്വാസം, അവരുടെ സുവിശേഷ സാക്ഷീകരണം, അവരുടെ സുവിശേഷ കൈമാറ്റം എല്ലാത്തിലൂടെയും കർത്താവെ അങ്ങയുടെ ദൈവികമായ തിരുമനസ് നിറവേറാൻ ഇടയാക്കണമേ. കർത്താവെ, പ്രത്യക്ഷീകരണം അനേകം മക്കളെ മനസ്സിടിഞ്ഞുപോയ, ഹൃദയം നുറുങ്ങിപ്പോയ, ശരീരം തളർന്നുപോയ, കുടുംബം ഇരുട്ടിലായി പോയ
ആഭിചാരം, പലതരത്തിലുള്ള തിന്മകൾ അകപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും ചങ്ങലകളെ യേശുക്രിസ്തു നാമത്തിലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ പൊട്ടിമാറട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നിങ്ങളെ ശക്തി പ്രാപിക്കട്ടെ. അമ്മയിൽ ആവശ്യിച്ച അതേ പരിശുദ്ധാത്മാവ് നിങ്ങളിലും നിറഞ്ഞുകൊണ്ട് ചിറകിട്ടടിച്ചുകൊണ്ട് എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ആത്മധൈര്യവും അപ്പോസ്തലന്മാർക്ക് കിട്ടിയ ആത്മധൈര്യത്തെ നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ മുഴുവൻ അനുഗ്രഹം ഈ കുടുംബത്തിൻ്റെ മേൽ, നിങ്ങളുടെ ഓരോ വ്യക്തികളുടെ മേലും വന്നിറങ്ങുകയും ദൈവം നിങ്ങൾക്ക് എന്നും അനുഗ്രഹമായി മാറുകയും ചെയ്യട്ടെ.